നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ 30 നാഴിക, ആദ്യത്തെ 30 നാഴിക മകരത്തിലും ശേഷം 30 നാഴിക കുംഭത്തിലുമാണ് വരുന്നത്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായിരിക്കുന്ന ദൈവാധീനമുള്ള സമയം എന്ന് പറയാൻ വയ്യ. എന്നാൽ ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. അതുമാത്രമല്ല, അനുകൂലമായിരിക്കുന്നൊരു ഗുണം ലഗ്നാധിപതി നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്ത് വ്യാഴ കേന്ദ്രത്തിലാണ്. അപ്പോൾ വ്യാഴ കേന്ദ്രത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ജലചരതന ഭോക്ത എന്ന് പറയുന്നൊരു യോഗം ചെയ്ത് ആണ് നിൽക്കുന്നത്. ശുക്രനോട് ചേർന്നാണ്. ശുക്രൻ അവിടെ കർമാധിപതിയാണ്, പൂർവ്വപുണ്യസ്ഥാനാധിപതിയെ ഉച്ച ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എല്ലാ ഭൗതികമായ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വിവാഹാദി വിഷയത്തിൽ അനുകൂലാവസ്ഥ കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രേമബന്ധങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നല്ല കുറേ ഗുണങ്ങളുണ്ട്. നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുക, അതിന് അതായത് വിഷാംശമുള്ള അല്ലെ അശുദ്ധിയുള്ള ഭക്ഷണം ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ടുള്ള വിഷമങ്ങൾ, ഉദരസംബന്ധമായിട്ടുള്ള വൈഷമ്യം, നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനിടവരുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളുണ്ട്. വ്യാഴപ്പഴമാണല്ലോ, 6 വ്യാഴമാണല്ലോ. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഭക്ഷണം വളരെ ശുദ്ധിയോടുകൂടി കഴിക്കാനായിട്ട്, പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. പുറമേ നിന്നൊക്കെയുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ച് വളരെ കഴിയുന്നതും പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും വിപരീതമായ അനുഭവങ്ങൾ അവർക്ക് നമ്മളോട് അപ്രീതി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നല്ല പരിഹാരങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ചെയ്യാം. അതേപോലെ തന്നെ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് കുംഭക്കൂറാണ്. ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് ലഗ്നാൽ 5-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി ഈ പറഞ്ഞ രീതിയിൽ തന്നെ രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് ഉച്ച ബലവാനായിട്ടാണ്. നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന സമയമാണ്. 7-ാം ഭാവാധിപതി രക്ഷാസ്ഥാനത്തുള്ള കാരണം ഭാര്യ ഗുണം അനുഭവിക്കാനായി, ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ഗുണം, ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പക്ഷേ എന്ത് കാര്യവും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷമാണ് പിന്നെ അത് അനുകൂലമായിട്ട് വരിക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. സംസാരം നല്ല ഉദ്ദേശത്തോടുകൂടി മറ്റുള്ളവരുടെ ഇടപെടുന്നതിന് പകരം സംസാരത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് മടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് കുറച്ചൊരു വിഷമം, നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നൊക്കെയുള്ളൊരു വിഷമം മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. ആരെയും മൈൻഡ് ചെയ്യാതെ വിടാതിരിക്കുക. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക. എടുത്തിയാടി സംസാരിക്കാതിരിക്കുക. ദേഷ്യപ്പെട്ട് കാരണം കുറച്ച് ദേഷ്യം കൂടാം. 15-ാം തീയതിക്ക് ശേഷം കുറച്ച് ദേഷ്യം എടുത്തിയായിട്ടൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടും സൗമ്യമായിട്ട് സംസാരിക്കാനും ശ്രദ്ധിക്കുക. കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന കാരണം തൊഴിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ള സമയമാണ്. നല്ല തൊഴിൽ കിട്ടുക, തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടും. തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള യോഗമുണ്ട്. അത് കാരണം കൊണ്ട് ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.